എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് നിലയ്ക്കൽ പള്ളിയിലാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ സ്റ്റാലിനായിട്ട് ചെറുതായിട്ടൊന്ന് കറങ്ങാൻ ഇറങ്ങിയായിരുന്നു. എന്നിട്ട് നമ്മൾ നിലയ്ക്കൽ പള്ളിയിലാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇവിടെ വഴി മരം വീണ് ബ്ലോക്കായി കിടക്കുമായിരുന്നു. അപ്പോൾ ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു റോഡൊക്കെ മരമൊക്കെ മുറിച്ച് മാറ്റിയിട്ട് വന്ന കേട്ടോ. എവിടെ വീട്? വീട് തിരുവനന്തപുരം. തിരുവനന്തപുരം സീതത്തോട് ഫയർ സ്റ്റേഷനിൽ. ശരി. അപ്പോൾ നമ്മുടെ ഒരു ഫാമിലി മെമ്പറും കൂടെ കേട്ടോ. പേര് പ്രതീഷ്. സാറിൻ്റെ പേര്? സുനിൽ. ശരി. എല്ലാവരും തിരുവനന്തപുരം. രാജേഷ്. തിരുവനന്തപുരം. തണ്ണിത്തോട്. അപ്പോൾ അടുത്തുള്ള ആളാണ്. നമ്മുടെ പേര് തിരുവനന്തപുരം. അപ്പോൾ എല്ലാം തിരുവനന്തപുരക്കാണല്ലോ. തിരുവനന്തപുരം കൂടുതലും. നിലയ്ക്കൽ പള്ളിയിലെ റൂട്ട് എപ്പോഴും മരം വീഴുമ്പോൾ നമ്മൾ തന്നെ വരുന്നത്. അതെ. നിങ്ങളുടെ അടുത്തല്ലേ? എവിടെ? സീതത്തോടാണ് എൻ്റെ. ഓക്കെ. അപ്പം ഞങ്ങൾ രാവിലെ എന്നാൽ ഇവിടെ ഒന്നും കഴിക്കാനൊന്നുമില്ലല്ലോ. അങ്ങോട്ട് പോകാമെന്ന് വെച്ചപ്പോൾ അന്നേരം പറഞ്ഞേ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ വഴി ബ്ലോക്കായി കിടക്കാൻ. ഞങ്ങൾ പക്ഷേ രാത്രി 8 മണിക്കാണ് കയറി വന്നേ. അന്നേരം പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ വന്യമൃഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, കണ്ടില്ലേ? ഇതുകൊണ്ടാ. അതെ, ഇന്നലെ രാത്രി ഞങ്ങൾ ആനെ കണ്ടു. ഫ്ലാപ്പിൾ വെച്ച് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അതെ, വലിയ വന്ന്. അപ്പോൾ ശരി, എന്തായാലും സന്തോഷം. ഓക്കെ. ഒടിഞ്ഞു വീണ മരമൊക്കെ അവർ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. രാവിലെ വാളും മടവൊക്കെ തപ്പുമായിരുന്നു. എന്ന് വെച്ചാൽ വല്ല ഇത് കൊണ്ട് വലിച്ചു മാറ്റിയിട്ട് അതിൽ ഇറങ്ങിപ്പോണ്ടേ, വല്ലതും കഴിക്കണ്ടേ, വിശക്കാന്ന്. അല്ലെങ്കിൽ വാളൊക്കെ മേടിച്ച് വെക്കണം വണ്ടിയല്ല. അതെ, വാളൊക്കെ ഒരെണ്ണം മേടിച്ച് വെക്കണം. ആ ചേട്ടൻ ഒരു മടവൊക്കെ എടുത്തോണ്ട് വന്നായിരുന്നു. പക്ഷെ അതിന്റെ ആവശ്യം വന്നില്ല. രാവിലെ തന്നെ അവർ വന്നു. അതെ. പിന്നെ ഞാൻ ഓർത്ത് ഇനി തോട്ടപ്പുഴും ഉണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അതും ഒരു പ്രശ്നമാണ്. അല്ല, എനിക്ക് ഇന്നലെ ഒരെണ്ണം കിട്ടിയല്ലോ. അതെ, അത് അന്നേരം അറിഞ്ഞില്ല. റൂമിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് കടിച്ചായിരുന്നു. അത് എന്നെ കണ്ടില്ല. കാലിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. അങ്ങനൊരു ഗുണമുണ്ട് ഇത് കടിച്ചാൽ പിന്നെ അറിയത്തില്ല. അതെ, അതുകൊണ്ട് അവിടുത്തെ പോലല്ല, വാരിച്ചോരലെ പോലല്ല, ഇവിടുത്തെ ശാല മനസാക്ഷിയുള്ള എടുപ്പിക്കാതെ കളിക്കുന്നത്. അറിയല. അതെ. എന്നാ പിന്നെ പതുക്കെ നമുക്കങ്ങ് പോയേക്കാം. എടുത്തോ. ഇനി വേണോ? ഇനി വേണ്ട. കിളി അവിടെ നിന്ന് സൈഡ് പറയുന്നുണ്ട് കേട്ടോ. കിളി പുറയിലുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന ആനപ്പിണ്ടമൊക്കെ അപ്പുറം കിടപ്പുണ്ട്. അതേണ്ട, ഇവിടുന്ന് നിരങ്ങി വന്ന് ഇതേ അവിടെയാണ് നിന്ന് കേട്ടോ. അതിനകത്ത് വെച്ചാൽ ബാക്കിൽ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇവിടെ എല്ലാം പായല. മഴ പെയ്ത് ഭയങ്കര തെറ്റല. ഇവിടുന്ന് തെന്നി കിടക്കുന്നതുകൊണ്ട് ബ്രേക്ക് അവിടെ ഇടുന്നില്ല. അപ്പോൾ 4 വീല് കൊടുത്ത് പതുക്കെ അങ്ങ് ഇറങ്ങിപ്പോ. സാറിന് ചെളിക്കകത്തൊക്കെ പണ്ട് അങ്ങനെ എന്ന് പറഞ്ഞ പോലെ ഉണ്ടോ. എന്നാ ചെളിയുള്ളിടത്തും തെന്നലുള്ളിടത്തും 4 വീല് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ പതുക്കെ നടന്നിറങ്ങും. ബ്രേക്കേ കാല് വെക്കേണ്ട കാര്യമേ ഇല്ല. മുമ്പ് അവിടുന്ന് തെന്നി പോരാൻ കാരണം എന്നാന്ന് വെച്ചാൽ ഈ 4 വീലും ഒരേപോലെ ബ്രേക്ക് പിടിക്കുന്നില്ലെന്ന് തോന്നുന്നു. കേട്ടോ. ഇതേലിരിക്കുമ്പോൾ തല കുനിക്കേണ്ട കാര്യമില്ല. ഇവിടെ ആയിരുന്നു മരം വീണേ. ഇതാ അവർ മുറിച്ച് മാറ്റിയത് വന്നു. രാത്രിയിൽ എപ്പോഴോ വീണോ. അതൊക്കെയാലും നമ്മൾ കയറിപ്പോകുമ്പോൾ ഇല്ലാഞ്ഞ ഭാഗ്യം, അല്ലെങ്കിൽ നമ്മൾ വഴിപ്പെട്ട് പോയേനെ. സീറ്റിൽ ഇരുന്നിട്ടല്ലേ, നമുക്ക് സീറ്റ് ഓഫീസിൽ ഇരിക്കാം, മറ്റേ സീറ്റ് എടുത്ത് വെക്കണം. അപ്പം അവിടെ ഇറങ്ങി വന്നപ്പോഴേ ഗിയറിൽ ഫസ്റ്റിൽ പിന്നെ വേറെ കാര്യമുണ്ട്. ഗിയറിലാണേലും ബാഗ് ലോഡില്ലാത്തതുകൊണ്ട് ബാഗ് വീല് നിരങ്ങും. അതാ സംഭവിച്ചേ. അപ്പം 4 വീല് കൊടുത്തിരുന്നെങ്കിൽ ഒരു വിഷയമില്ലായിരുന്നു. പതുക്കെ നടന്നിറങ്ങിപ്പോരെ. പിന്നെ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടും അങ്ങനെയുള്ളിടത്ത് കാര്യമില്ല. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക് കുറച്ചിട്ട്, എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഉപയോഗിക്കുന്നത് കുറച്ചിട്ട് ഗിയറിൽ ഇറങ്ങുമോ. ഇപ്പോൾ 4 വീലുള്ള വണ്ടിയാണെ 4 വീല് കൊടുക്കുകയോ ചെയ്താൽ മതി. ചെളിക്കകത്തൊക്കെ ഞങ്ങൾ പണ്ടിങ്ങനെ വന്നോണ്ടിരുന്നേ. ചെളി എന്ന് പറഞ്ഞാൽ ഐസിന്റെ മുകളിൽ കൂടെ പോകുന്ന പോലെ പോകും. അതുപോലത്തെ ചെളിയായിരുന്നു ഹൈ റേഞ്ചിലെ വഴിക്ക്. ബ്രേക്കേ കാല് വെക്കത്തേ ഇല്ല. ബ്രേക്കേ കാല് വെക്കേയില്ല. ഇവിടെ തെന്നാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അതെന്താ പറയുക, നിങ്ങളെല്ലാം പെട്ടെന്ന് വണ്ടി നിൽക്കാൻ വേണ്ടി ബ്രേക്ക് ചവിട്ടും. ബ്രേക്ക് ചവിട്ടുന്ന കൂടുതൽ കൊടുത്തു കഴിയുമ്പോൾ വീല് പിടിച്ചിരുന്നിട്ട് ഈ റോഡുമായിട്ട് ഗ്രിപ്പ് കിട്ടാതെ വരുമ്പോൾ ഇതുപോലെ പായലും ഒക്കെ ഉള്ള സ്ഥലത്ത് ഇറങ്ങിപ്പോവും. പ്രത്യേകിച്ച് ഇത് കോൺക്രീറ്റും അല്ലേ റോഡ്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇതൊക്കെ കുറച്ചുണ്ടല്ലോ, ചെളിയുള്ള വഴിക്കൊക്കെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. വെളുപ്പിനെയൊക്കെ നല്ല തകർപ്പൻ മഴയായിരുന്നു. എല്ലാം പിന്നെ മഴ പെയ്തില്ല കേട്ടോ, പിന്നെ തോർന്നതൊക്കെ. ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം? നല്ല ഉറക്കമായിരുന്നു. രാവിലെ മഴയും കൂടെ ആയിരുന്നുകൊണ്ട് നല്ല സുഖം ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ കിടന്നാൽ മാത്രമേ അറിഞ്ഞുള്ളൂ, വേറെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇതുണ്ടോ ഒരു പുഴു കണ്ടോ?
ചൊരമ്പുഴ ആയിരിക്കും. ആ അപ്പൊ ഇവിടെ നിർത്തിയതിന്റെ മെയിൻ കാരണം കാലെ തോട്ടപ്പുഴ കയറിയിട്ടാ. എൻ്റെ കാലം കുറേ നേരമായി, കുറച്ച് ചോര കുടിച്ച് വേർത്തു. ഇന്നലെ ഒരെണ്ണം കയറിയതാ. ഇത് ഇങ്ങോട്ട് ഇച്ചിരി ഇതടിച്ച് ഇതുണ്ടായിരിക്കുന്നത് ഇതടിച്ച് ഇതുണ്ടോ. ഈ വിരലിനിടയ്ക്കാണ് കൂടുതലുമായിട്ടും തോട്ടപ്പുഴ സാധാരണ കയറാറില്ല. ഉണ്ടോ ആ വിട്ടു ഇച്ചിരി ഒഴിച്ചോ ആ ചോര ഇന്നലെ ഒരാൾക്ക് നല്ലോണം കൊടുത്താ. ഒത്തിരി ഉണ്ട് ഇവിടെ, ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളെ ഇതിലും വലുതാണ് നമ്മൾ മേഘാലയ കണ്ടേ. പക്ഷെ അതിലും കളറും അതേ സൈസ് സാധനം മൂന്നാർ സൈഡിലുണ്ട്. മുഴുവനെ കണ്ടു നിർത്തിയേ വല്ല പുലിയും ശ്രദ്ധിക്കുന്നുണ്ടോന്ന് ആർക്കറിയാം. അതെ, പുലി വല്ല സൈഡിലുണ്ടോന്ന് അറിയാൻ പറ്റില്ല. കയറിക്കോ, പോയേക്കാം. മഴ പെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. വെയിലൊക്കെ അങ്ങ് പോയി. ഇതാണ് ആരെയും കേട്ടിട്ടുണ്ടോ? ഈ ശ്വാസം മുട്ടലിനൊക്കെ നല്ലതാന്ന് പറയല്ലേ. കണ്ടോ? അപ്പൊ ഇവര് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഇവിടെ ഉള്ളവർ തന്നെയാണ്. വണ്ടി കഴിയായിരുന്നു തോന്നല്ലേ. ഇത് ചൂണ്ടാക്കിട്ടാണോ? ആ ശരി. പുത്തേ ട്രാവൽ വ്ലോഗിന്റെ മഴക്കാല കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശബരിമല വനങ്ങളിലൂടെയുള്ള അതെ, ശബരിമല വനങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. ഇന്നലെയും ഇന്നും ഒക്കെ നമ്മള് ശബരിമലയുടെ, അതായത് അയ്യപ്പന്റെ പൂങ്കാവനത്തിലൂടെയാണ്. അതെ. പിന്നെ നമ്മുടെ രാവിലെ അന്ന് ഇറങ്ങി പോകാനുണ്ടായ ഒരു കാരണം, ഇപ്പൊ അവിടെ ചവിട്ടിയപ്പോൾ ഞാൻ കണ്ടതാ, ബാഗിൽ റൈറ്റ് സൈഡിലെ വീല് മാത്രമേ നല്ലപോലെ ബ്രേക്ക് പിടിക്കുന്നുള്ളൂ. എന്നത് ഞാവല്ലോ ആ കറുത്ത എന്തോ നിറച്ചു കിടപ്പുണ്ടായിരുന്നു, ഞാവൽപ്പഴം പോലെ തന്നെ. അവിടെ നിർത്തണ്ടായിരുന്നോ? അതോ വല്ല കാട്ടമാണോ? അതും പറയാൻ പറ്റത്തില്ല, ഇവിടെ നിർത്തായിരിക്കുന്ന നല്ലത്. അല്ല, നമ്മൾ ആവിന്റെ കാട്ടായിരിക്കും. അപ്പം ബാക്കി 3 വീല് നല്ലപോലെ പിടിക്കുന്നില്ല. അപ്പൊ അന്ന് ബ്രേക്ക് ഒന്ന് സെറ്റ് ചെയ്യണം നമ്മൾ എന്നിട്ട്. അതുകൊണ്ടുകൂടെ രാവിലെ അത്ര ഇറങ്ങി പോകാൻ ഉണ്ടായ കാരണം. വേരൊക്കെ ഉണ്ട് പതുക്കെ, വേരല്ല വള്ളി. ഈ സൈഡിൽ ഇന്നലെ രാത്രിയിൽ ഇവിടെ ആന വന്നിട്ടുണ്ടെന്ന് തോന്നേ. അവിടെ എല്ലാം ഈ മണ്ണെല്ലാം ഇടിച്ചിട്ടിട്ടുണ്ട്. ഇതുണ്ടോ, ഈറ്റെല്ലാം ഒടിച്ചു വലിച്ചിട്ടേക്കുന്നു. സൈൻ ബോർഡൊക്കെ ആന കളഞ്ഞേക്കുന്നതാ, അതെ, മറിഞ്ഞു കിടക്കുന്നു. ആ അവിടെ ലൈറ്റിന്റെ, ആ പള്ളിയുടെ അവിടെ ലൈറ്റിന്റെ ഒരു തൂണുണ്ടല്ലോ, ലൈറ്റ് നിൽക്കുന്നത്. ആ ലൈറ്റേ മൊത്തം ഇങ്ങനെ ആണി പോലെ പിടിപ്പിച്ചേക്കുക മൊത്തം, ആന വന്ന് പിടിച്ചോടിക്കാതിരിക്കാൻ വേണ്ടിട്ട്. ചുറ്റും ശ്രദ്ധിച്ചായിരുന്നോ? ആ അതെ, മഴ മൂടലൊക്കെ പോയി, ചെറിയ തെളിവുണ്ട്. എനിക്ക് മരങ്ങൾ നിൽക്കുന്നുണ്ടോ? എന്നാ വലിയ മരങ്ങളാന്ന് നോക്കി, എന്നാ പച്ചപ്പാന്ന് നോക്കി. ഈ വനങ്ങളൊക്കെ എവർഗ്രീൻ ഫോറസ്റ്റ്. എവർഗ്രീൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും പച്ചപ്പായിരിക്കും, നിത്യഹരിത വനങ്ങൾ. എന്നാ വേനൽ സമയത്ത് വന്നാലും നല്ല പച്ചപ്പായിരിക്കും. ആ നമ്മള് കഴിഞ്ഞ ഏപ്രിലല്ലേ വന്നേ? ഏപ്രിൽ. അതെ, അന്നേരമൊക്കെ നല്ല ഇതല്ലേ. ഇപ്പൊ പ്ലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനായത്, മാതൃകാ ഫോറസ്റ്റ് സ്റ്റേഷൻ പ്ലാപ്പള്ളി. ഗോഡ്രിക്കൽ റേഞ്ച്, റാന്നി ഫോറസ്റ്റ് ഡിവിഷൻ, സൗത്ത് സർക്കിൾ. അതായത് ശബരിമലയ്ക്ക് 31 കിലോമീറ്ററേ ഉള്ളൂ. നമുക്ക് ചുമ്മാ പമ്പ വരെ പോയിട്ട് വരാം. ചുമ്മാ പോയിട്ട് വരാം. ഏക്കാലും ഇവിടെ വരെ വന്നല്ലേ. കഴിഞ്ഞ സീസണിലല്ലായിരുന്നു, പോയിട്ട് വരാം. ഇതിലെ നമ്മൾ ഇന്നലെ കയറി വന്നത് കേട്ടോ, ഈ ചെറിയ വഴിക്ക്. ഇവിടെ ഒരു കാനന ചോലയുണ്ട്, ലാൻഡ്മാർക്ക് 23. ഈ ലാൻഡ്മാർക്ക് 23, 22 ഇങ്ങനെ ഓരോ നമ്പർ ഇട്ടിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് ഇവർക്ക് പോലീസുകാർക്കും ഫോറസ്റ്റുകാർക്കും ഒക്കെ ഒരു അടയാളത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ബോർഡ് വെച്ചേക്കുന്നത്. അതെ, ആശാൻ ഓടിക്കാൻ കൊടുക്കുന്നില്ലേ? ആശാൻ ഓടിക്കാൻ വേണോന്ന് പറഞ്ഞായിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞ് തന്നാ മതിയോ? ലാൻഡ്മാർക്ക് 28. ഇവിടെയൊക്കെ മരമൊക്കെ വീണോ? ഇതെന്താ മുറിച്ച് മാറ്റിയതാ. അപ്പൊ ഇങ്ങനെ ഇരുന്ന് ഓടിച്ചൊരു ബാലൻസ് ആയില്ലേ? ഇപ്പൊ ഇത്തിരി ബാലൻസ് ആയി. അന്ന് വന്നപ്പോ കുറച്ച് ബാലൻസ് ആയിരുന്നു. മറ്റു വണ്ടികൾ ഓടിക്കുന്ന ആ ഒരു ഇതല്ല ഇതിന്. ഇത് വേറൊരു അല്ലേ, വേറൊരു രീതിയാണ്, കുറച്ചുകൂടെ റഫ് ആൻഡ് ടഫ്. അതെ. എരുമേലി 24 കിലോമീറ്റർ, ഇലവുങ്കൽ. ശബരിമല 27. ഇത് ഇലവുങ്കൽ എന്നായി സ്ഥലപ്പേര്. കണ്ടോ, ഇവിടുന്ന് നേരെ നമ്മൾ പോവാണെങ്കിൽ നിലയ്ക്കലും പമ്പയും ശബരിമലയൊക്കെ പോവാം. ലെഫ്റ്റിലേക്ക് പോയാൽ എരുമേലി, കുമളി, അതായത് മുണ്ടക്കയം അങ്ങോട്ടെല്ലാം പോകുന്ന വഴിയാണ് ലെഫ്റ്റിലേക്ക് പോയാൽ പമ്പ വാലി ചെന്നിട്ട്. നമുക്കെന്നാ പമ്പ വരെ ഒന്ന് പോയിട്ട് വരാം അല്ലേ. ചുമ്മാ ജസ്റ്റ് പോയി ഒന്ന് കറങ്ങി വരാം. ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്.
അപ്പൊ ഇവരെ അടച്ചിട്ടേക്കാ അത് കേട്ടോ. എന്നുവെച്ചാൽ സീസൺ അല്ലാത്തോണ്ട് അടച്ചിട്ടേക്കുന്നത്. സീസണിൽ ഇവിടെ വണ്ടിയെല്ലാം വന്ന് ഇവിടുന്ന് ചെക്ക് ചെയ്തല്ലേ പോകുന്നത്? ഇവിടെ അല്ല, ചെക്കിങ് ഒന്നുമില്ല, അങ്ങനെയൊക്കെ ഇല്ല. അന്ന് നമ്മള് വന്നപ്പോ ഇവിടെ ചില വണ്ടിയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നിലയ്ക്കല അവിടെ അങ്ങോട്ട് ചെല്ലുമ്പോഴാ. ഇവിടെ ഇത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് മാത്രമേ ഉള്ളൂ. ആ സീസണിൽ ഇത് തുറന്നു വെച്ചേക്കായിരിക്കും. ഇപ്പൊ സീസൺ അല്ലല്ലോ, അധികം വണ്ടികൾ വരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് അതിട്ടേക്കുന്നത്, അടച്ചിട്ടേക്കുന്നത്. പക്ഷെ ഇവിടെ ഉണ്ടായിരുന്നു, അവിടെ ഇങ്ങോട്ട് വരുന്ന വണ്ടിയുടെ ഡിക്കിയൊക്കെ തുറന്ന് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആണോ? ആ അത് ചിലപ്പോ ഉണ്ടായിരിക്കും. ചെക്ക് പോസ്റ്റ് അല്ലേ, ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അല്ലേ, അപ്പം ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ കൂടുതലും പോലീസ് ചെക്ക് പോസ്റ്റ് അപ്പുറയാണ്. ഫോറസ്റ്റും ചെക്ക് ചെയ്യാലോ, ആർക്കും ചെക്ക് ചെയ്യാലോ. ഇവിടെ ഫോറസ്റ്റിനെക്കാട്ടിലും അല്ല, പോലീസിനെക്കാട്ടിലും ഫോറസ്റ്റിന്റെ അണ്ടറിലാണല്ലോ ഇവിടെ. ഫോറസ്റ്റ് ആണല്ലോ മൊത്തം. അതെ, ഈ കാട് മൊത്തം ഫോറസ്റ്റാ. ഈ പമ്പ എന്നതൊരു കോരത്തോടിന് പോകത്തില്ലേ? പമ്പന്ന് കോരത്തോടിന് പോവാം, പക്ഷെ വണ്ടി അവിടെ ഇട്ടിട്ട് നമ്മൾ നടന്നു പോകണം മനത്തിൽ കൂടെ. അവിടുന്ന് വഴിയില്ലല്ലേ? വഴിയുണ്ട്, നടന്നു പോകണം. നടന്നു പോകാൻ പറ്റുന്ന വഴിയേ ഉള്ളൂ, വണ്ടി പോകാൻ വഴിയില്ല. പിന്നെ നേരെ പമ്പയെന്ന് ശബരിമല കയറി, ശബരിമലയിൽ നിന്ന് നേരെ പിന്നെ മുകളിലേക്ക്, ശബരിമലയ്ക്ക് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ പുല്ലുമേട് ചെല്ലാം. അതുവഴി ഇറങ്ങിയാൽ വണ്ടിപ്പെരിയാറ്റിൽ ഇറങ്ങാം. അത് നടന്നു പോകണം. അതുവഴിയൊക്കെ വിടുവോ? ഇപ്പം വിടത്തില്ല. ഈ സീസൺ, ശബരിമല സീസൺ സമയത്ത് തീർത്ഥാടകർ പോകുന്ന സമയത്തേ വിടത്തുള്ളൂ, അല്ലാതെ ഇപ്പം വിടുകയില്ല. അവിടെ ചെല്ലുകയല്ല, ഇടയ്ക്കുന്ന ആരെങ്കിലും കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റുകാർ വിടുകയല്ല. ഓ ഇതിലെയൊക്കെ ശബരിമല സീസണിൽ എന്തേരെ വണ്ടി ഓടിച്ചോ. അതുകൊണ്ട് ഇവിടെയൊക്കെ കാണാപ്പാടോ ഓരോ സ്ഥലത്തും വരുമ്പോ ഓരോ വളവും. അത് തന്നെ. എലിഫന്റ് ക്രോസിംഗ് ഏരിയ, ഡ്രൈവ് സ്ലോലി, റാന്നി ഫോറസ്റ്റ് ഡിവിഷൻ. ഈ റാന്നി ഫോറസ്റ്റ് ഡിവിഷനെ കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷനാണ്. ഓ കേരളത്തിലെ ഏറ്റവും വലുതല്ലേ? ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ റാന്നി. ഏറ്റവും വലിയ വനം പെരിയാർ ടൈഗർ റിസർവാ. ഇതൊക്കെ അതിന്റെ ഒരു സൈഡ് ഭാഗം തന്നെയാ. ഈ ശബരിമല വനമൊക്കെ പെരിയാർ ടൈഗർ റിസർവിന്റെ അകത്ത് വരുന്ന. ശബരിമല വനത്തിന്റെ കുറെ ഭാഗം റാന്നിയും അതോടെ കൂടിയാ വരുന്നത്. റാന്നി പത്തനംതിട്ടയിലാണേലും മെയിൻ ഇതിവിടെ തൊട്ടങ്ങും ഉണ്ട് ഫോറസ്റ്റ് ഡിവിഷന്റെ ഭാഗങ്ങള്. റാന്നി പത്തനംതിട്ട ജില്ലയിലെ സ്ഥലമാണ്. പത്തനംതിട്ട ജില്ലയും ഇടുക്കി ജില്ലയും കൂടെ കയറുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ശബരിമല മുകളിലേക്ക് വരുന്നിടം. ശബരിമല വരുന്ന പത്തനംതിട്ട ജില്ലയിലാണ് വരുന്നത്. മുകളിലേക്ക് ഈ പുല്ലുമേടൊക്കെ വരുന്നത് ഇടുക്കി ജില്ലയിലുവാ. അപ്പൊ ഇടുക്കി ജില്ലയുടെ ഭാഗമാണല്ലോ മറ്റേ പെരിയാർ ടൈഗർ റിസർവ്. പെരിയാർ വലുതാണ്, ഇടുക്കി ജില്ല മാത്രമായിട്ടായിരിക്കില്ല. അല്ലല്ല, ഇടുക്കിയില മെയിൻ. ഈ അതിന്റെ ഈ ബഫർ സോണും കോർ ഏരിയയും അങ്ങനെ കുറെ ആ സ്ഥലങ്ങളുണ്ടല്ലോ അതിന്റെ. ഇന്നലത്തെ പോലെ ഒരാന ഇപ്പം മനത്തിൽ കാണുകയാണല്ലോ, വഴിയിൽ കാണുകയാണല്ലോ. അപ്പൊ ഞാൻ കുറച്ച് പ്രിപ്പയർഡ് ആയിരിക്കും. പിന്നെ ആനയുടെ അടുത്ത് സെൽഫി ഇന്നലെ അത് കാറിയപ്പോ ഞാൻ കൂടെ കയറാൻ ഞാൻ ഭാഗ്യമൊന്നും കിട്ടിയാൽ മതി. ഈ തോട്ടപ്പുഴനൊന്നും എനിക്ക് പേടിയില്ല, പക്ഷെ വലിയ ജീവികളെ കുറച്ച് പേടിയുണ്ട്. നിലക്കലെത്തി, നിലക്കൽ നമ്മളെ ഇവിടുന്ന് അങ്ങോട്ട് വിടത്തില്ല. ഇവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ KSRTC അല്ലേ പോകണ്ടേ. ചില വണ്ടികളും പോകാൻ കേട്ടോ. നിലക്കൽ ശിവക്ഷേത്രം ഇവിടെ 1 കിലോമീറ്റർ ഉള്ളൂ, റൈറ്റിലേക്ക് കയറി പോകണം. അപ്പം സീസൺ സമയങ്ങളിൽ അയ്യപ്പന്മാരുടെ വണ്ടിയെല്ലാം ഇവിടെ ഈ നിലക്കല പാർക്കിംഗ് ഗ്രൗണ്ട് ഇപ്പോൾ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം ഇവിടെ മുകളിലേക്ക് കയറി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് KSRTCക്ക് വേണം പമ്പയ്ക്ക് പോകാൻ. ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ അട്ടത്തോട്, റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്ത്. വനത്തിന്റെ വന്യത ശരിക്കും അറിയണമെങ്കിൽ ഈ വഴി കൂടെ വേണം അല്ലേ? അപ്പൊ ഇന്നലെ രാത്രി നമ്മൾ വന്നപ്പോഴൊക്കെ അല്ലേ നന്നായിട്ട് മനസ്സിലായി ആനയെ കണ്ടപ്പോ. അതെ, ഈ പാർക്കിംഗ് നിലക്കിലേക്ക് തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളേ ആയിട്ടുള്ളൂ. അതിന് മുമ്പ് എല്ലാ വണ്ടികളും നമുക്ക് പമ്പയെ കൊണ്ട് പാർക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ അന്നേരം പാർക്കിംഗ് ഓരോ വർഷം തോറും ആൾക്കാർ കൂടുതൽ വരുന്നതനുസരിച്ച് പാർക്കിംഗ് ഉള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഇങ്ങോട്ട് നിലക്കിലേക്ക് പാർക്കിംഗ് ആക്കിയേക്കുന്നത്. ആദ്യമെല്ലാം വലിയ വണ്ടി മാത്രമേ ഉള്ളായിരുന്നു, പിന്നെ ഇപ്പം മൊത്തം വണ്ടികളുമായി. എന്നാ വെച്ചാൽ KSRTCക്ക് അത് നല്ലൊരു ബിസിനസ്സും ആണല്ലോ. ഇവിടെ ഇറങ്ങാണ് അയ്യപ്പന്മാരോട് നല്ലൊരു പൈസ മേടിക്കാം, 4-5 ഇരട്ടി പൈസയും മേടിക്കാം. അത് പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ KSRTC അങ്ങനെ ട്രിപ്പ് അടിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ വണ്ടികളും നിലക്കിലാണ് പാർക്ക് ചെയ്യുന്നത്. KSRTCയുടെ ഈ 1 വർഷം ഓടുന്ന നഷ്ടം നികത്താൻ 2 മാസം നമ്മുടെ ശബരിമല സീസണിൽ ഓടുമ്പം അയ്യപ്പന്മാരുടെ പൈസ വെച്ചിട്ടാണ് ഒന്ന് ലെവലായി പോകുന്നത്. എല്ലാ അയ്യപ്പൻ്റെ അനുഗ്രഹം. അതെ, നീ ഇവിടെയൊക്കെ മരം ഒടിഞ്ഞു വീണതായിരുന്നു കേട്ടോ. വനം ഒരു ധനം, വരും തലമുറകൾക്കായി കാത്തു സൂക്ഷിക്കുക. ഇവിടെയാണ് അട്ടത്തോടെന്ന് പറയുന്നത്. അട്ടത്തോടെന്ന് പറഞ്ഞാൽ എന്നാന്നറിയാമോ മുത്തേ? ഇവിടെ കുറച്ച് ആൾതാമസമൊക്കെ ഉണ്ട്. അപ്പം അട്ടത്തോടെന്ന് പറയുന്നത് എന്നാന്നറിയോ? ഇവിടെ മറ്റേ നമ്മുടെ അട്ടയില്ലേ,
ഇപ്പൊ നമ്മൾ രാവിലെ കഴിച്ച അട്ട കൂടുതലുണ്ടായിരുന്നോണ്ടായിരിക്കും അട്ടത്തോടെന്ന് പറയുന്നത് ഇവിടെ. ഈ താഴ്ഭാഗത്ത് കുറേ വീടുകളുണ്ട്. ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂൾ അട്ടത്തോട്. ട്രൈബ്സ് ഇവിടെ താമസിക്കുന്ന മൊത്തം. മേഘം താഴെ വന്ന് നിൽക്കുന്നു. അതെ, അത് മേഘമല്ല, കോടയാ, കോടമഞ്ഞ. ഓ, ഗിരിജൻ കോളനി അട്ടത്തോട്, സ്ഥാപിതം 1974. ഇതാണോ മേഘമാന്ന് പറഞ്ഞേ? ഓ, ഇന്ന വലിയ മലയാളം അങ്ങോട്ടുള്ള. ആ പിന്നെ ഇത് മൂടി കാണത്തില്ല. ശബരിമല 18 വലിയ മലകളാ. അതാണ് 18ാം പടി. ഓരോ പടിയും ഓരോ മലകളെയാ പ്രതിദാനം ചെയ്യുന്നത്. 18ാം പടി എന്ന് പറഞ്ഞാൽ 18 പടികള്. വെള്ളം ഒഴുകുന്നുണ്ടോ? ആ, നല്ല മഴയല്ലായിരുന്നോ? മഴയായിരുന്നു, ഇന്ന് രാവിലെ മഴയായിരുന്നല്ലോ. ഈ മരങ്ങളുടെയൊക്കെ വണ്ണം കണ്ടോ? ശബരിമല വനത്തിൽ നിൽക്കുന്ന മരങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വണ്ണമുള്ള മരങ്ങളാ. പണ്ടെങ്ങാണ്ട് വന്ന് ഒരു തീ പിടിച്ച കാറാ കിടക്കുന്നത് ഇവിടെ. അത് ഉപേക്ഷിച്ചു. എന്താണല്ലേ, കേരളത്തിലെ വഴിയിൽ കൂടി മഴക്കാലത്തുള്ള യാത്ര ഏത് റോഡിൽ കൂടെ പോയാലും അടിപൊളിയാ. കഴിഞ്ഞ വെക്കേഷനല്ലേ നമ്മള് വാൽപ്പാറ പോയെ. ഈ സമയത്ത് തന്നെ കഴിഞ്ഞോളൂ വാൽപ്പാറയ്ക്ക് ഒന്നുകൂടെ പോണം. അത് ഒരു ദിവസം ഉണ്ടല്ല, നമ്മള് ഇടയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ പോയി സ്റ്റേ ചെയ്ത് അങ്ങനെ പോകണം. അത് നല്ലൊരു റൂട്ടാ അല്ലേ? നല്ല റൂട്ട്, അടിപൊളി റൂട്ടാ. നമ്മള് പക്ഷെ അതുവഴി പോയിട്ട് ആനേനെ കണ്ടില്ല. നമ്മള് പകലങ്ങ് പോയതല്ലേ ഉള്ളൂ. ഇത് നേരത്തെ വിളിച്ചു പറഞ്ഞേ, ഇന്നലെ വിളിച്ചു പറഞ്ഞു വന്നേ. അതാ ഫാമിലി ആയിട്ട് തന്നെ എല്ലാവരും വന്നേ. ഇവിടുത്തെ ഈ മരങ്ങളെല്ലാം തന്നെ നല്ല വണ്ണമുണ്ട്, അതുപോലെ തന്നെ ഭയങ്കര ഹൈറ്റോ, പൊക്കവും ഭയങ്കര. പിന്നെ ഇതുപോലെ കുറച്ച് സിമിലർ വനം കണ്ടത് നമ്മളാ ബംഗാളിൽ പോയപ്പോഴല്ലേ? ബംഗാളിലെ വനമാ. പക്ഷെ ഇത്ര ഇല്ലേലും ഇതിനോട് അടുത്ത് തന്നെ ഇതുപോലെ തന്നെ ഉള്ള വനമാ. ഇതുണ്ടോ, ഇതൊക്കെ എന്നാ വലിയ മരമാന്ന് നോക്കി. അത് ഒരേ നീളത്തിൽ പോയേക്കാ മുകളിലേക്ക്, എന്നാ പൊക്കത്തിലാണ്, ഒറ്റ തടിയായിട്ട്. കുളിക്കുന്നില്ല. നല്ല വെള്ളച്ചാട്ടം. ഇവിടെ നോ പ്ലാസ്റ്റിക്, നോ പാർക്കിംഗ്, നോ സ്റ്റോപ്പിംഗ്, നോ സ്മോക്കിംഗ്. അവിടെ ബോർഡ് ഉണ്ടായിരുന്നു. അപ്പൊ അല്ലെങ്കിൽ ഇവിടെ നിർത്താൻ പറ്റിയല്ല, നിർത്തിയിട്ട് കുളിക്കാനൊന്നും പറ്റിയല്ല. ഞാൻ ചുമ്മാ ചോദിച്ചെന്നുള്ളേ ഉള്ളൂ. അതേ ഒരാൾ പോന്നു ചാടി, കരിങ്കുരങ്ങ്. ഇവിടെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. എത്ര പേരായിരിക്കുന്നത്? മരത്താലൊക്കെ ഉണ്ട്. ഇതാണോ കരിങ്കുരങ്ങ്? കറുത്തിട്ട് ആയിരിക്കാം അല്ലേ? ഒത്തിരി പേരുണ്ട് കേട്ടോ. ഇതാണ് ചാലക്കയം. പണ്ട് ഇവിടെ ആയിരുന്നു ടോൾ ബൂത്ത് ഉണ്ടായിരുന്നത്. പമ്പയ്ക്ക് 3.5 കിലോമീറ്റർ. ഇവിടെ 2 പേര് ഇരിപ്പുണ്ട് കേട്ടോ. ഇവർ ഇത്ര ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇവിടെ. വന്നു. വെൽക്കം ടു ശബരിമല. പുലിയുടെ പടം കൊടുത്തേക്കുന്നത്, കടുവയുടെ. അയ്യപ്പൻ പുലിപ്പുറത്തല്ലേ വരുന്നേ? അതെ, അതുകൊണ്ട് കടുവ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അതെ, പുള്ളിപ്പുലി. എല്ലാ ആൾക്കാരും ഉണ്ട് ഇവിടെ ഈ വനത്തില്. ഒരു KSRTC വരുന്നത് തിരുവനന്തപുരം പമ്പ. ഇത് സ്ഥിരമുള്ള സർവീസാന്ന് തോന്നുന്നു. ഇതൊക്കെ പണ്ടത്തെ പാർക്കിംഗ് ഗ്രൗണ്ടുകളായിരുന്നു. പിന്നെ നമ്മൾ ഈ വരുന്ന റോഡ് സൈഡിൽ കൂടെ എല്ലാം വണ്ടി പാർക്ക് ചെയ്യുമായിരുന്നു. ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് പമ്പ, KSRTC പമ്പ ബസ് സ്റ്റാൻഡ്. ഇവിടെ വണ്ടികളൊന്നുമില്ല. കേരള വനം വകുപ്പ് വന വിജ്ഞാന കേന്ദ്രം പമ്പ. എല്ലാം കാട് പിടിച്ച് കിടക്കുകയാണല്ലോ. ഇപ്പം നമ്മൾ പമ്പയിലെത്തി, പമ്പ ത്രിവേണി ജംഗ്ഷനിലെത്തി. അപ്പം ഇതിലാണ് നമ്മൾ അവിടെ പമ്പ KSRTC ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ അയ്യപ്പന്മാർ നടന്ന് ശബരിമലയ്ക്ക് പോകുന്നത്, റൈറ്റിലേക്ക്. അയ്യപ്പൻ പുലിപ്പുറത്ത് വരുന്ന ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കുറേ കാലം ആയുള്ളൂ. സീസണിൽ വന്നാൽ ഇവിടെയൊക്കെ എന്താ അല്ലേ, എന്നാ തിരക്കായിരിക്കും. ഇതുണ്ട, ഈ സൈസ് ട്രാക്ടറിനാണ് ശബരിമലയ്ക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. മണൽ പിടിച്ച് 1-2 വണ്ടികൾ കിടപ്പുണ്ടല്ലോ. എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, നമുക്ക് പമ്പാ നദി ഒന്ന് കണ്ടിട്ട് പോകാം. കാണാം. ശാലം അങ്ങോട്ട് നടക്കണം. ആരുമില്ല പമ്പയിൽ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ എന്നാ തിരക്കായിരുന്നു. നമ്മളന്ന് ക്യാരവനും കൊണ്ട് വന്നപ്പോ. സീസൺ ടൈമിലൊക്കെ ഇതിലെ നിറഞ്ഞ ആൾക്കാരായിരിക്കും. ഇതിങ്ങനെ സീസൺ ഇല്ലാത്ത സമയങ്ങളിൽ വന്നാലേ നമുക്ക് ഇവിടെയൊക്കെ നല്ലപോലെ കാണാൻ പറ്റുള്ളൂ. കാണാൻ തന്നെയല്ല, ഇപ്പം കണ്ടോ എന്ത് മഴ സമയത്തേ നല്ലതല്ലേ. പമ്പയിലൊന്നും ഒരു മാലിന്യവും ഇല്ല, തുണിയില്ല, ഒന്നുമില്ല. അല്ല, ഇവിടെ മൊത്തം അയ്യന്മാർ ഈ തുണി ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു പരിപാടിയുണ്ട്. അത് കഴിഞ്ഞ വീഡിയോ കണ്ടാലറിയാം. അതിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗവിക്ക് പോകാൻ വന്നപ്പം ഉള്ള വീഡിയോ, ക്യാരവനും കൊണ്ട് വന്ന ട്രിപ്പിൽ കണ്ടോ. അന്നൊന്നും ഇവിടെ ഇത്രയും വെള്ളമൊന്നും ഇല്ലായിരുന്നു, ഒഴുക്കൊക്കെ വളരെ കുറവായിരുന്നു. ഇപ്പോൾ ഇത് ഇഷ്ടം പോലെ വെള്ളം, നല്ല ഒഴുക്കുണ്ട്.
ഇനി മഴ പെയ്യുന്നതനുസരിച്ച് വെള്ളം കൂടും കേട്ടോ, ഭയങ്കരമായിട്ട് വെള്ളം വരും. ഇതിലും വെള്ളം കൂടുമായിരിക്കും. ആ നല്ല ഒഴുക്കാ ഇവിടെ. നല്ല ഒഴുക്കാ. ഇവിടെ ഈ ഭിത്തിയുടെ സൈഡായതുകൊണ്ട് ഇവിടെ വലിയതായിട്ട് ഒഴുക്കടിക്കത്തില്ല. നല്ല തണുപ്പല്ലേ വെള്ളത്തിന്? നല്ല തണുപ്പ്. ഇപ്പൊ ഇതിനോട് ചാടാൻ തോന്നുന്നു. ചാടാൻ തോന്നി അങ്ങ് പോവുള്ളൂ ചാടിയാല്. ചാടത്തൊന്നുമില്ല, എനിക്ക് പേടിയാ വെള്ളത്തിൽ ചാടാൻ. ഇവിടെ കുറെ ആൾക്കാർ ഇരിപ്പുണ്ട്. ഇതുണ്ടോ, അതേ ഒരു അമ്മയും കുഞ്ഞും. ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട് ഇവിടെ എല്ലാം. ആ ഇഷ്ടം പോലെ ഉണ്ട്. അതിലേ വന്ന് ഇതിലെയാണ് ഇങ്ങനെ നടന്ന് കയറിപ്പോന്നെ. അതുകൊണ്ട് 2 പഠിക്കുമ്പോ 3 പഠിക്കുമ്പോ കണ്ട് ശബരിമലയ്ക്ക് വന്നാ. 2-3 പ്രാവശ്യം വന്നില്ലേ? ഇല്ല, ഞാൻ ഇതവണ വന്നുള്ളൂ. ഒന്നേ വന്നുള്ളോ? ഞാൻ ഒറ്റത്തവണ വന്നുള്ളൂ. അയ്യോ, 2-3 പ്രാവശ്യം 2 തവണ ഉണ്ട്. ആണോ? ആ എന്നാ പ്രശ്നം? അവിടെ അടിയെന്ന് തോന്നുന്നു. എല്ലാരും ഇവിടെ ഓടി. എല്ലാവരുടെ കാറിക്കൊണ്ട് ഓടുന്നുണ്ട്. എല്ലാരും വെള്ളത്തിൽ പോയാ എന്നാ നിറച്ചില്ലോ. സൂക്ഷിച്ച് ഇതിന്റെ ഇടയ്ക്ക് നിന്നോട്ടോ, ചിലപ്പോ നമ്മളെയും കൂടെ തട്ടിയിട്ടിട്ട് പോകും. എന്നാ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. അങ്ങോട്ടെങ്ങാണ്ട് നോക്കിയിട്ടാണേ. എന്തായിരിക്കും? ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇവിടുന്ന് 4 കിലോമീറ്റർ മല കയറി വേണം നമുക്ക് ശബരിമലയിലേക്ക് എത്താൻ. ശബരിമലയ്ക്ക് പോകുമ്പോൾ മല ശബരിമല ആയിരിക്കും അല്ലേ? ആ കാണുന്നതല്ല, കുറച്ച് ദൂരം 4 കിലോമീറ്റർ കയറി പോകണ്ടേ? ശരിയാ. അതിനുള്ള അതായിരിക്കും അല്ലേ? അവിടെ എല്ലാം മഞ്ഞ് മൂടിയേക്കാം. ആ സംഭവം എന്താണെന്നറിയോ? ഇതുണ്ടോ, അവിടെ ഒരു പരുന്തിരിപ്പുണ്ട്. ആ മരത്തേല്. ആ അതിനെ കണ്ടിട്ടാ. ഇതുണ്ടോ, എല്ലാ കുഞ്ഞിനെയും പിടിക്കാൻ വന്ന പരുന്നല്ലേ? ആ അതെ പരുന്ന. അതാ എല്ലാരും അങ്ങോട്ടാ നോക്കുന്നത്. ആ കൈക്കെന്താ പറ്റാണല്ലോ ഇവന്റെ. അതെ, കുഞ്ഞിനെയും കൊണ്ടൊക്കെ ഇരിക്കുന്നതല്ലേ, വല്ല രാജാൻ വന്ന് കാണും. എല്ലാരും അങ്ങോട്ട് നോക്കി ആ വെള്ളം വെച്ചോണ്ടാ നിൽക്കുന്നത്. അതേലെല്ലാം ചാടി ചെന്നിട്ടുണ്ട് കേട്ടോ. അതുണ്ടോ, അങ്ങോട്ട് ചാടി ചെന്നിട്ടുണ്ട്. ആ മരത്തേലോട്ട് എന്ന് ആ ഉണ്ടാ പറഞ്ഞു. ആ അത് പറഞ്ഞോയി. നമ്മുടെ ആശാൻ ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ കയറി ഇരിപ്പുണ്ടായിരുന്നു. ഇനി അതേ വന്ന് കയറാതിരിക്കാൻ വേണ്ടി. ആ ആശാന് പുറകിൽ ഇരുന്നിട്ടങ്ങ് രസമാകുന്നില്ല. ഓടിക്കാന്നാ പറയുന്നത്. എന്നാന്ന് വെച്ചാൽ ഡ്രൈവിംഗ് സീറ്റായി ഇരിക്കുമ്പോഴേ ചാട്ടം കുറവുണ്ട്, കുലുക്കം കുറവുണ്ട്. അത് തന്നെയല്ല, ഓടിക്കുമ്പം ഈ വണ്ടി ആയതുകൊണ്ട് വേറൊരു ഫീലല്ലേ. ആ അതല്ലേലും ഇരിക്കുന്നവർ ഈ വണ്ടിയിൽ ഓടിക്കാനാ രസം. ട്രാവൻകൂർ ദേവസ്വം ബോർഡ് മരാമത്ത് കോംപ്ലക്സ്. ഇപ്പൊ എന്ത് രസമല്ലേ പമ്പ കാണാൻ. അതെ, എന്നാ ശാന്തവും സൗന്ദര്യം, നല്ല രസം കാണാൻ. എങ്ങനെയുണ്ട്, ഓടിക്കാവോ? ഓടിക്കാം ഓടിക്കാം. ഒരേ സ്റ്റഡിയായിട്ട് അങ്ങ് ഇരിക്കുകയാണ്. ആ രീതിയിൽ ഇരിക്കാം. നീ ഇവിടുത്തെ ഇറങ്ങണമെങ്കിൽ വലിയ പാടാ. ഇറങ്ങുന്നതിന് വീട്ടിൽ ചെന്ന് ഇറങ്ങിയാൽ മതി. വേണ്ട, ഈ ഒരു മരം കണ്ടോ, എന്നാ വണ്ണോ എന്നാ പൊക്കോന്ന് നോക്കി. വലിയ മല. ആ ഇവിടുന്ന് പത്തനംതിട്ടയ്ക്ക് 59 കിലോമീറ്റർ, എരുമേലി 41 കിലോമീറ്റർ. പത്തനംതിട്ട പോന്നോ? പത്തനംതിട്ട പോകണ്ട, എരുമേലിക്ക് പോയപ്പോരെ. പത്തനംതിട്ട കുറെ സൂപ്പർ സ്ഥലമുണ്ട് മഴ സമയത്തൊക്കെ. ആ അതിപ്പം ഇനിയിപ്പം അത് നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുള്ള വണ്ടിയും കൊണ്ട് പോവാം. അതാ നല്ലത്. ആനയൊക്കെ ഉള്ള സ്ഥലമാണ്, നോക്കി ഓടിച്ചോണം കേട്ടോ. അതല്ലേ, ശ്രദ്ധിച്ച് ഓടിച്ചോണം. മഴ പരിചയമുള്ള ആനയൊക്കെ, അതുകൊണ്ട് കുഴപ്പമില്ല. ടാറ്റ കൊടുത്തിട്ട് പോയാൽ മതി. ആ പരിചയമുള്ളവരാണെ കുഴപ്പമില്ല. അതെ, എന്നിട്ട് ഇന്നലെ ഈ പരിചയം ഒന്നും കണ്ടില്ലല്ലോ. അത് പരിചയമില്ലാത്തായിരുന്നു. ഇനിയിപ്പോ ആരും പരിചയമുള്ള വരും. ആ സ്ത്രീകളായതുകൊണ്ടാണ് പരിചയം. അവിടെ ഒരു ഫാമിലി ഇരിക്കുന്നു. അപ്പുറം വേറെ ഒരു ഫാമിലി. ആ KSRTC പമ്പ ലാഹ വഴിയാ. അത് പത്തനംതിട്ടന്ന് വരുന്ന അവൻ്റെ വണ്ടിയാന്ന് തോന്നുന്നു. തിരിച്ച് നമ്മൾ നിലയ്ക്കലെത്തി. പമ്പിലേക്ക്, ഈ പമ്പിലേക്കുള്ള ഡീസലാന്ന് തോന്നുന്നു. അതാ ഇനി പമ്പയ്ക്കുള്ളതാണ്. അങ്ങോട്ട് നേരെ പോയാൽ പത്തനംതിട്ട. ഇപ്പം നമുക്ക് നേരെ ഇതിലെ എരുമേലി വഴി അങ്ങ് പോവാം. നമ്മൾ ഇന്നലെ പമ്പവാലിയിൽ നിന്ന് പോയ വഴിക്കല്ല തിരിച്ചിറങ്ങി വരുന്നത്. ഇത് നാറാണന്തോട് വഴിയാണ് പോകുന്നത്. ഇന്നലെ നമ്മൾ കയറിപ്പോയ പഴയ വഴിയാണ്, ആദ്യത്തെ വഴിയായിരുന്നു. അതിനുശേഷമാണ് ഈ വഴി ഓപ്പൺ ആയത്. എന്ന് പറഞ്ഞാൽ പണ്ട് ഇതിലെ മൺറോഡായിരുന്ന സമയത്ത് ഞങ്ങൾ ജീപ്പ് കൊണ്ടൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. വനത്തിൽ കൂടെ ചെറിയൊരു വഴിയായിരുന്നു, ഒരു വണ്ടി പോകാനുള്ള വീതി ഉള്ളായിരുന്നു. അത് ഒത്തിരി വർഷം മുന്നേ. ഇതാണ് നാറാണന്തോട്. അപ്പോൾ നമ്മൾ വനവാസമൊക്കെ കഴിഞ്ഞ് വനത്തിൽ നിന്ന് ഇറങ്ങി നാട്ടിലെത്തി. അതെ, ചോറുണ്ടില്ല, വിശന്നിട്ട് കുടല് കരിയുന്നു. ആ കരിയുന്നുണ്ട്, കരിഞ്ഞ മണം വരുന്നുണ്ട്. അപ്പം നമ്മളെ കുക്ക് ചെയ്യാൻ സൗകര്യമുള്ള സമയത്ത് അതിന്റെ വില അറിയത്തില്ല. വേണ്ട, എല്ലാവർക്കും തളല. ഇപ്പഴാ
നല്ല വിശപ്പുണ്ട്. ആ അതെ കഞ്ഞി അച്ചാറൊക്കെ കിട്ടിയാലും മതി. എന്നാ ടേസ്റ്റായിരുന്നു എന്ന് പറയാൻ. സമയം 4:30 പിന്നെ വിശക്കാതിരിക്കുവോ? എല്ലാം ഹോട്ടലാണ്. ഇതെല്ലാം സീസൺ ടൈമില്, ശബരിമല സീസണിലുള്ള കടകളാണ്. അതും പമ്പയല്ലേ? ശബരിമല സീസണിലെ മെയിൻ ഹോട്ടലുകളിലെ മെയിൻ ഫുഡ് എന്ന് പറഞ്ഞാൽ കപ്പ കഞ്ഞിയാണ്. അവിടെ കപ്പ കഞ്ഞിയുടെ ബോർഡുണ്ടായിരുന്നു. കപ്പയും കഞ്ഞി. നമ്മളത് തുലാപ്പള്ളി എത്തി. തുലാപ്പള്ളി ഇവിടെ വല്ല കടയുണ്ടായി നമുക്ക് വല്ലതും കഴിച്ചിട്ട് പോകാം. നമ്മളെ ഇവിടുന്ന് ഇന്നലെ ഇതുണ്ടായി പ്ലാപ്പള്ളിക്കുള്ള വഴിയാണ് ഇതേക്കുന്നുണ്ടോ. ഇതിലേ നമ്മൾ കയറിപ്പോയി ഇന്നലെ രാത്രിയിൽ. അപ്പം അതിലേ പോയിട്ട് ഇങ്ങനെ കറങ്ങി വന്നു. ഇതുണ്ടോ ഈ വഴിക്കാണ് കയറിപ്പോയത്. ഇവിടെ കടയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കടയുണ്ട് അപ്പുറം എവിടെയെങ്കിലും കാണും. കട ഏതെങ്കിലും കാണും. ഇതൊക്കെ സീസണിലുള്ള കടകളാണ്. ബോർഡുകൾ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. എല്ലാം വെജിറ്റേറിയൻ കടകളാണ്. എല്ലാം സീസണിലും. ആ സീസണിൽ മാത്രമേ ഉള്ളൂ. തടി ലോഡ് കയറ്റുന്നു. ഇതൊക്കെ പെരുമ്പാവൂരിന് പോകാനുള്ള തടികളായിരിക്കും. അപ്പം തിരിച്ച് നമ്മളിത് കോട്ടയം ജില്ലയിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മൾ പമ്പാവാലി എത്തി. പമ്പാവാലി. ആ ഇന്നലത്തേനും വെള്ളമുണ്ട്. താഴെ ഒരു കെട്ടുണ്ടായിരുന്നു ഇന്നലെ നമ്മൾ പോയപ്പോ. അത് കാണത്തില്ല ഇപ്പൊ. അപ്പോഴേ കഴിക്കാൻ അവിടെയെങ്കിലും കടയിലൊന്നും ഒന്നുമില്ലായിരുന്നു. അത്ര ഒരു കട ചോദിച്ചപ്പോഴും ഒന്നുമില്ലായിരുന്നു. ഇവിടെയും കിട്ടത്തില്ല. ഈ മുക്കൂട്ടറ എന്നാലേ വല്ലതൊക്കെ കിട്ടുള്ളൂ. മുക്കൂട്ടുതറ വരെ മൈലേജ് ഉണ്ടോ? മുക്കൂട്ടറ വരെ ചെല്ലോ ഡീസൽ? ആ വേറെ വഴിയില്ലല്ലോ. അപ്പൊ നേരെ എന്നാ ഇതിലെ വലത്തോട്ട് പോയാൽ മൂക്കമ്പട്ടി വഴി, കാളകെട്ടി വഴി, കോരത്തോട് വഴി മുണ്ടക്കയമ്പോ ഒരു പ്രദേശം ഉണ്ടായിരുന്നു. പമ്പാവാലി ഒന്നും എല്ലാം കഴിക്കാൻ. അത് നടക്കാത്തതുകൊണ്ട് നമ്മുടെ മെയിൻ ഡ്രൈവർ ആക്സിലേറ്ററിലേക്ക് ഇച്ചിരി ആഞ്ഞു ചവിട്ടുന്നുണ്ട്. വിശന്നാ പിന്നെ ഞങ്ങൾ ഒന്നും നോക്കത്തില്ല. ഇറങ്ങി വരികയാണെങ്കിൽ ഒരു ചായ കുടിച്ചിട്ട് പോകാം. ബോണ്ട ഉള്ളിയോടെ ഒക്കെ ഉണ്ട്. ആശാന്റെ നടുവ് കളഞ്ഞോ? ഞാനല്ല, തന്നെ കളഞ്ഞ. ബോണ്ടായ ഉള്ളിയോടെ ഉണ്ട്. പരിപ്പോടെ ഉണ്ട്. ഉഴുന്നോടെ ഉണ്ട്. രണ്ടുപേര് ബോണ്ടായ ഉള്ളിയോടെ ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ കടയെ കൊണ്ട് നിർത്തിയപ്പം വിശപ്പുള്ളത് കൊണ്ട് തന്നെ എന്നാ പിന്നെ ഒരു ബോണ്ട വെച്ചേക്കാന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. ഞാനൊരു ഉള്ളിയോടെ ഒരു കാപ്പിയും കുടിച്ചു. കണ്ടോ നമ്മുടെ വാട്ടർഫോളുകൾ കണ്ടോ? ഇതിപ്പോ ആ സിക്കിമിലോ മേഘാലയായിരുന്നെങ്കിൽ, മേഘാലയ പിന്നെ പോട്ടെ വലിയ മേഘാലയയില് വെള്ളച്ചാട്ടം. ഇതിപ്പോ സിക്കിമിലായിരുന്നു. ഇതിപ്പോ ഒരു സ്പോട്ടായിരുന്നു. അതെ ബഞ്ചാക്രി വാട്ടർഫോൾസ് ഇതിലും ചെറുതുമായിരുന്നു. ഇത്ര ഹൈറ്റ് ഇല്ല ഇതിന്. വനത്തിൽ നിന്ന് വെളിയിൽ കിടന്നപ്പോ ഇവിടെ ഇച്ചിരി വെട്ടം വെളിച്ചമൊക്കെ ഉണ്ട് കേട്ടോ. തിരിച്ച് നമ്മളിത് മുക്കൂട്ടുതറ എത്തി. ഇനിയിപ്പോ നമ്മൾ മുന്നോട്ട് പോയി എവിടെന്നെങ്കിലും കഴിക്കാം അല്ലേ? നമ്മൾ ഈ റൈറ്റിൽ കൂടെ അല്ലേ? നമ്മൾ ഈ വല സൈഡിൽ കൂടെ വന്നത്. ആ വഴിക്കാ വന്നത്. ഇനി ഇതിലെ കരിങ്കല്ലും മൊഴി വഴി ഇങ്ങനെ പോവാം. അത് MES ജംഗ്ഷനാണ്. അവിടെ ഒരു MES കോളേജ് ഉണ്ട്. അപ്പം ഇതാണ് മണിപ്പുഴ. മണിപ്പുഴ കുറേ കാലം നമ്മൾ താമസിച്ചായിരുന്നു. ഇവിടെ താമസിച്ച് ഇതേലെ വലത്തേക്ക് കയറിപ്പോണായിരുന്നു. വട്ടംകുഴി എന്ന് പറയും. ഈ വഴി കയറി വരുമ്പോൾ ഈ കയറ്റം നല്ലൊരു കയറ്റമാണ്. കരിങ്കല്ലും മൊഴി കയറ്റം. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാലും റാന്നി പത്തനംതിട്ട 34 കിലോമീറ്റർ, എരുമേലി 2 കിലോമീറ്റർ. ഇതാണ് കരിങ്കല്ലും മൊഴി. രാജേഷിന്റെ ഒരു ചങ്കിനെ ഇവിടെ വെച്ച് കണ്ടു. പഴയ ഒരു ചങ്ക. അതെ കണ്ടിട്ട് പോകാം. കണ്ടിട്ട് പോകാം. അതെ ഇതാ പഴയ ഒരു സുഹൃത്താണ് മണിക്കുട്ടൻ. ഇതിന്റെ പേരെങ്ങനായിരുന്നു? വിളിക്കുന്ന മണിക്കുട്ടൻ എന്നാ, ബാബു എന്നാ പേര്. അത്രേ ഉള്ളൂ. എന്നെ ഞാൻ തന്നെ വിളിക്കുന്ന ബാബു എന്നാ. അതെ പേര് മണിക്കുട്ടൻ എന്നാ. മണിക്കുട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയത്തുള്ളൂ. അതെ. 407 അല്ലേ സ്വന്തം വണ്ടി? എങ്ങനെയുണ്ട് ഓട്ടോ ഒക്കെ? ഇല്ല, മൊത്തം നിറച്ച് നോക്കി. ഇത് ബാലനരയാ. അതെ. പിള്ളേരൊക്കെ എത്ര പേരാ? ആണോ? അത്രയോ? ഡിഗ്രിക്കോ? അപ്പൊ ഇവരെക്കാളും പ്രായമുണ്ടോ? അതെ. ആണോ? നമ്മൾ എരുമേലി എത്തി. എരുമേലി വല്യമ്പലമായത്. അപ്പം എരുമേലി സെൻട്രൽ ജംഗ്ഷൻ കൊച്ചമ്പലമാണ്. അത് ഇവിടെ ആരുമില്ല. പഴയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കണ്ടതല്ലേ? പോയേക്കാം. ഇത് വാവര് പള്ളി, വാവർ മസ്ജിദ്. ഇവിടെ അയ്യപ്പന്മാരെല്ലാം ഇവിടെ നിന്ന് കയറിയാണ് പോകുന്നത്. ഞാൻ കഴിഞ്ഞ അങ്ങോട്ട് പോയപ്പോഴും പറഞ്ഞായിരുന്നു. മണിമലയാറാണ് ഒഴുകുന്നത്. നമ്മളെ ഇങ്ങോട്ട് വന്നപ്പോൾ കാഞ്ഞിരപ്പള്ളി നീ വഴിക്കാണ് വന്നത്. നമുക്ക് അങ്ങോട്ട് ഇതിലേ പോയേക്കാം. വെഴുക്കിത്തോട് വഴി പോയേക്കാം. റെമ്പുട്ടാനൊക്കെ നെറ്റിട്ട് മൂടിയിട്ടേക്കുന്നു. ഉണ്ടോ മണിമലയാറ്റിലെ വെള്ളം കണ്ടോ? നല്ല വെള്ളം വരവാ. ഇവിടെ എല്ലാം വീടുണ്ടായിരുന്ന കേട്ടോ പണ്ട്. ഇതിലെ ഇവിടെ എല്ലാം വീടുണ്ടായിരുന്ന. എനിക്ക് തോന്നുന്നത് ഒരു മഴ സമയത്ത് ആ വീടുകളെല്ലാം പോയതാ വെള്ളം പൊങ്ങിയിട്ട്. ഈ സൈഡിൽ കൂടെ മൊത്തം വീടുണ്ടായിരുന്നു.
ആ അത് ഭയങ്കര വൈറൽ. ആ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ വീടുകളൊക്കെ ഇടിഞ്ഞു പോകുന്നതൊക്കെ. 2018 വെള്ളപ്പൊക്കത്തിനാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഇതാണ് വിഴുക്കിത്തോട്. വിഴുക്കിത്തോടൊക്കെയാണ് പപ്പായുടെ നാട്. പപ്പ ജനിച്ചു വളർന്ന സ്ഥലമാണിത്. അപ്പം ഇവിടെ വീട്ടിൽ കയറാൻ സമയമില്ല. നമുക്ക് പിന്നെയും ഒരു സമയത്ത് ഇങ്ങോട്ട് തന്നെയായിട്ട് വരാം. അതെ, ഇവിടുന്ന് 2-3 കിലോമീറ്ററേ ഉള്ളൂ ചേനപ്പാടി. KSRTC ഒക്കെ ഇതിൽ ഇഷ്ടം പോലെ ആയല്ലോ. പത്തനംതിട്ട, പാലാ പത്തനംതിട്ട. ഇവിടെ കുറേ ഏരിയ, കുറേ വലിയ വീടുകളുണ്ട്. എല്ലാം നല്ല അടിപൊളി വീടുകളാണ്. അത് മണിമല പോകുന്ന റൂട്ടാണ്. ലെഫ്റ്റിലേക്ക് മണിമല, റൈറ്റിലേക്ക് കാഞ്ഞിരപ്പള്ളി. പിന്നെ കാഞ്ഞിരപ്പള്ളിയും കോട്ടയൊക്കെ പോകാം. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നമ്മളിപ്പം കാഞ്ഞിരപ്പള്ളി ചെല്ലാതെ പൊൻകുന്നത്തിന് പോകും. ആശാന് നടുവിന് ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് ആശാൻ തന്നെയാണ് ഓടിക്കുന്നത്. മണ്ണംപ്ലാവ് ചിറക്കടവ്. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയ കാഞ്ഞിരപ്പള്ളി, നമുക്ക് നേരെ പൊൻകുന്നം പോകാം. നേരെയുള്ള വഴി. ചത്തന്തര, മുക്കൂട്ടുതറ, എരുമേലി. ഇതിലെല്ലാം ബസ്സുകൾ ഇഷ്ടം പോലായി. പണ്ടൊക്കെ ബസ്സുകൾ വളരെ കുറവായിരുന്നു ഈ വഴിക്കൊക്കെ. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഉള്ള സ്കൂളാണ്. അതായത് 1935 അതിപ്പോഴാണ് കാണുന്നത് കേട്ടോ. ഞാനത് എനിക്കൊന്ന് ആ കവാടം ഇപ്പം പണിതാന്ന് തോന്നുന്നു. പുതിയതായിട്ട് പണിതാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ 2 ദിവസത്തെ ചെറിയൊരു കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് പൊൻകുന്നത്തെത്തി. അപ്പോൾ ഇവിടുന്ന് നേരെ പോയാൽ കോട്ടയം. നമ്മൾ റൈറ്റിലേക്ക് പാലാ വഴി, പൈക പാല, സെൻറ് മേരീസ് പള്ളി, ഇളംകുളം. ഇത് 1926 പള്ളിയാ. എല്ലാം ഒത്തിരി പഴക്കമുള്ള പള്ളി, സ്കൂളൊക്കെ അല്ലേ. അപ്പം ഡ്രൈവർ ചേഞ്ച്. അതെ, അത് തന്നെ എല്ലാം അവിടെ നിർത്തി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. കള്ളപ്പം, ചിക്കൻ കറി, പിന്നെ വെജിറ്റബിൾ കറിയും ഉണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. എന്ന് പറഞ്ഞാലേ രാവിലെ ചെറുതായിട്ടൊന്ന് കഴിച്ചോളായിരുന്നു, ഒന്നും കഴിച്ചില്ലല്ലോ. നമ്മളത് കിടങ്ങൂർ ചെറിയൊരു ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മള് വീട്ടിലെത്തി. എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പൊക്കെ? നീ ഇല്ലാഞ്ഞോണ്ടാ ഇന്നലെ വൈകിട്ട് ഞങ്ങള് മറ്റേ ഫാമിലി ആയിട്ട് എല്ലാരെയും കണ്ടല്ലേ? 3 ഫാമിലി. നിങ്ങൾക്ക് അതിനുള്ള യോഗം ഉണ്ടായിരുന്നോ പറഞ്ഞാൽ? അച്ഛന്മാരില്ലായിരുന്നു, അമ്മമാരും മക്കളും മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഇരിക്കും. നിങ്ങൾക്ക് അച്ഛന്മാരെ കാണാൻ പറ്റില്ല. എന്നാണേലും കുഴപ്പമില്ലായിരുന്നു. ഒത്തിരി പേര്, നമ്മുടെ ഒരുപാട് ഫാമിലി മെമ്പേഴ്സിനെ കണ്ടു. എല്ലാരും ചേച്ചി അന്വേഷിച്ചു. ഞാൻ ഇപ്പൊ ഒന്നും വരുന്നില്ല, എനിക്ക് സ്കൂള് തുറക്കണായി. നാളെയല്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. അല്ല, നാളെയാ. എന്നാ നാളെ. അപ്പൊ അതുകൊണ്ട് ഇനി ഉടനെ ഒന്നും ഞാൻ ട്രിപ്പിന് വരുന്നില്ല അല്ലേ. അപ്പം വീണ്ടും കാണാം. വീണ്ടും കാണാം.